പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താര പറഞ്ഞതനുസരിച്ച് വിനീത് വി ഹെൽപ്പ് ഏജൻസിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള ഒരാൾ സാറിന് എന്താ വേണ്ടത്, വീട്, ഫ്ലാറ്റ് ഓർ വില്ല എന്ന് ചോദിക്കുക. ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് വിനീത് പറയുന്നുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാകും സാർ എന്നയാൾ ചോദിക്കേ. അത് ഞാനും ഗംഗയും അടക്കം മൊത്തം 7 പേരുണ്ടാവും എന്ന് വിനീത് പറയേ. വിലയ്ക്ക് വാങ്ങാനാണോ അതോ വാടകയ്ക്കാണോ സാർ എന്നയാൾ ചോദിക്കുന്നു. വാടകയ്ക്കായിരിക്കും നല്ലതല്ലേ എന്ന് വിനീത് ചോദിക്കേ. ഒരിക്കലുമല്ല സാർ, വില കൊടുത്തു വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. സ്ഥലത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും, പ്രത്യേകിച്ചും നമ്മുടെ ട്രിവാൻഡ്രത്ത്. ഇനി 1-2 വർഷം കഴിഞ്ഞ് മറിച്ചു വിൽക്കാമെന്ന് തീരുമാനിച്ചാൽ അതിനും ഞങ്ങൾ സഹായിക്കാമെന്ന് അയാൾ പറയുന്നുണ്ട്. താമസിക്കാൻ വീട് വാങ്ങിച്ചിട്ട് മറിച്ചു വിൽക്കേ, നല്ല കാര്യമായി എന്ന് വിനീതും. അതിനെന്താ സാർ, സ്ഥലം വാങ്ങി വീട് വെച്ച് മറിച്ചു വിറ്റ് കാശുണ്ടാക്കുന്ന എത്രയോ പേര് ഇവിടെ ഉണ്ട് എന്നയാൾ പറയുന്നത് കേൾക്കെ അവർക്കൊക്കെ ഭ്രാന്തായിരിക്കും. പുഷ്പവാടിയിലൊക്കെ ഒരു കല്യാണം കഴിച്ചൊരു വീടും വെച്ചാലേ പിന്നൊന്നും വേണ്ട എന്ന് വിനീതും ചിരിയോടെ പറയുന്നുണ്ട്. സാറിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് അയാൾ ചോദിക്കേ. ബഡ്ജറ്റ് എന്ന് വെച്ചാ എന്ന് വിനീതും. അല്ല, എത്ര രൂപ മുടക്കാനുണ്ടെന്ന് അയാൾ ചോദിക്കേ. എന്റെ കയ്യിലൊരു 50 ലക്ഷം രൂപയുണ്ട് എന്ന് വിനീത് പറയുന്നത് കേൾക്കെ. ആ മതി സാർ, സിറ്റിയുടെ പുറത്ത് ഒരു 3 BHK വീടൊക്കെ വാങ്ങിക്കാൻ അത് മതിയാവും. പക്ഷെ അതിനുള്ളിൽ ഈ 7 പേർക്ക് ഫാമിലിയായി താമസിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം എന്നയാൾ പറയുന്നത് കേൾക്കെ. ഓ, സ്ഥലം എത്ര വരുമെന്ന് വിനീത് ചോദിക്കുന്നു. പരമാവധി ഒരു 5 സെന്റ് വരും എന്നയാൾ പറയുന്നത് കേൾക്കെ. 5 സെന്റോ? പുഷ്പവാടിയിലെ 5 ഏക്കർ സ്ഥലം വിറ്റ കാശ ആ 50 ലക്ഷം എന്ന് വിനീതും പറയുന്നുണ്ട്. അത് പുഷ്പവാടിയല്ലേ സാർ, ഇത് ക്യാപിറ്റൽ സിറ്റി എന്നയാൾ പറയുന്നതിലേക്ക്. ക്യാപിറ്റൽ സിറ്റിയോ? ചൂടും പുകയും ഹോണടിയും കാറ്റും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാ. അങ്ങനെയുള്ള സ്ഥലത്തിലാണോ ഇത്രയും പൈസ? വീടൊന്നും വിലയ്ക്ക് വേണ്ട, വാടകയ്ക്ക് താമസിച്ചാൽ മതി. ഞങ്ങളെ പുഷ്പവാടിയിലേക്ക് തന്നെ പോയിക്കോളാം എന്ന് വിനീത് പറയുന്നുണ്ട്. ശരി സാർ, സാറിന് എങ്ങനത്തെ വീടാ വേണ്ടത്? എത്ര ബെഡ്റൂം? ഓടിട്ടതോ ടെറസ് ഇട്ടതോ? സിറ്റിയിലോ അതോ പുറത്തോ എന്നൊക്കെ അയാൾ ചോദിക്കേ. വീട് സിറ്റിയിൽ തന്നെ വേണം. നിളമോളുടെ ഹാർട്ടിന് പ്രശ്നമായതുകൊണ്ട് അവളുടെ ചികിത്സയ്ക്കായിട്ടാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ആശുപത്രിയുമായിട്ട് അധികം ദൂരം പാടില്ലെന്ന് വിനീത് പറയുകയാണ്. സിറ്റിക്കുള്ളിലാണെങ്കിൽ ഒരു 4 BHK ചുരുങ്ങിയ വാടക എന്ന് പറയുന്നു 50,000 രൂപയാകും എന്നയാളും പറയുന്നുണ്ട്. അത് കേട്ട് വിനീതും അമ്പരപ്പോടെ 50,000 രൂപയോ എന്ന് ചോദിക്കേ. 4 ബെഡ്റൂമുള്ള വീടാ സാർ, 7 പേർക്ക് താമസിക്കണ്ടേ എന്ന് അയാളും. സാരമില്ല, 1.5 മാസത്തെ കൂടുതൽ ഞങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോ. പുഷ്പവാടിക്ക് തിരിച്ചു പോവും, അല്ലെങ്കിലും വാടക ഒരു പ്രശ്നമല്ല. 50 ലക്ഷം രൂപയല്ലേ കയ്യിലുള്ളത്. ഈ വാടക കൊടുക്കുമ്പോ നമ്മൾ പറയുന്ന സൗകര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവില്ലേ എന്ന് വിനീത് ചോദിക്കേ. സാറിന്റെ ഡിമാൻഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ മതിയെന്ന് അയാളും. വീടിന് ചുറ്റും സ്ഥലം അധികം ഒന്നും വേണ്ട, ഒരു 1/2 ഏക്കർ മതി. അത് നിറയെ മരങ്ങൾ വേണം. തെങ്ങ്, മാവ്, കശുമാവ്, ആഞ്ഞിലി, പേര, അങ്ങനെ കുറെ. പിന്നെ പഴങ്ങൾ ഉണ്ടാവുന്ന ചെടികൾ കുറെ ചുറ്റും വേണം. അത് തിന്നാൻ പക്ഷികളും മണ്ണാനുമൊക്കെ ഇറങ്ങി വരണം. അവരുടെ ശബ്ദം കേട്ടിട്ടാവണം ഉറക്കം എണീക്കേണ്ടത്. കാറിന്റെയും ബസിന്റെയും ഹോണടിയൊന്നും പാടില്ല. നല്ല ശുദ്ധമായ കാറ്റും വെള്ളവും വേണം എന്ന് വിനീത് പറയുന്നതുകൾക്ക്. വെള്ളച്ചാട്ടം വേണോ സാർ എന്ന് അയാളും ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, അത് ഇച്ചിരി കൂടി പോവും എന്ന് വിനീത് പറയേ. ഇനി വേറെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ സാർ എന്ന് അയാളും ചോദിക്കുക. വിനീത് വീണ്ടും ഒന്ന് ആലോചിച്ച് തൽക്കാലം ഇത്രയും മതി, ബാക്കി വീട് കണ്ടിട്ട് പറയാം എന്താ എന്ന് വിനീത് ചോദിക്കേ. ഓക്കെ സാർ. സാറേ, തിരുവനന്തപുരം സിറ്റിയിലെ ഈ പറഞ്ഞ പോലെ ഒരു വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ സാർ എന്നയാളും പറയുന്നുണ്ട്. താര അങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഭയങ്കര സെറ്റപ്പ് ആണെന്നാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞത് എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളതല്ലേ സാർ എനിക്ക് എടുത്തു തരാൻ പറ്റത്തുള്ളൂ, പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും സാറിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില വീടുകൾ ഞാൻ കാണിച്ചു തരാം. സാറ് തന്നെ അതിൽ നിന്നൊരെണ്ണം സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞയാൾ തന്റെ ലാപ്പിലുള്ള 2-3 വീടുകളുടെ ഫോട്ടോ വിനീതിനെ കാണിക്കുകയാ. അതൊന്നും വിനീതിന് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ കയ്യിൽ ഇത്രയേ സ്റ്റോക്ക് ഉള്ളൂ സാർ എന്നയാൾ പറയേ. ഇവിടുത്തെ വീടൊന്നും ശരിയല്ല. പുഷ്പവാടിയിലാണെങ്കിലേ ഏത് വീടിന്റെ മുന്നിൽ നോക്കിയാലും ഒരു മലയെങ്കിലും കാണും എന്ന് വിനീത് പറയുന്നതുകൾക്ക്. പുഷ്പവാടിയിൽ നിന്ന് വന്നപ്പോ ഒരു മല കൂടി കൊണ്ടുവന്നൂടായിരുന്നു സാർ എന്നയാളും കളിയാക്കുന്നുണ്ട്. ഇയാൾ വലിയ തമാശക്കാരനാണല്ലോ എന്ന് വിനീത് ചോദിക്കേ. ഓരോന്ന് കാണുമ്പോ അറിയാതെ തമാശ വന്നു പോകുന്നതാ എന്ന് അയാളും. ഇനിയിപ്പോ എന്തോ ചെയ്യും എന്ന് പറഞ്ഞ് വിനീതും ടെൻഷനോടെ ഇരിക്കുക. സാറിന്റെ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, പറ്റിയത് വരുമ്പോ ഞാൻ അങ്ങോട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്തോളാം എന്നയാൾ പറയേ. വിനീത് അയാളോട് യാത്ര പറഞ്ഞിറങ്ങുകയാ. തിരുവനന്തപുരം സിറ്റിയിലെ ഞാൻ ഇനിയൊരു കാട് വളർത്തണമെന്ന് ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ എന്ന് അയാളും പറയുന്നുണ്ട്. അവിടെ തന്റെ വീട്ടിലായിരുന്ന ജയബാലൻ ശിവരാമന്റെ ഭാര്യ ഭാരതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാ. ഭാരതി, നീ ശിവരാമനെ രക്ഷിക്കാമെന്നൊന്നും കരുതണ്ട. കുറച്ചു നാളത്തേക്ക് അവൻ എന്റെ അടുത്തൊന്ന് ഒളിച്ചു നടക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ പുഷ്പവാടിയിൽ മാത്രമല്ല അതിനു പുറത്തും ജയപാലിന് ആളുകളുണ്ടെന്ന് ഒന്നോർത്തോ. അവൻ എന്റെ ആൾക്കാരുടെ മുന്നിൽ പെടുമ്പോഴേ 2 തുണ്ടമാവും. മാപ്പ് തരാനുള്ള സമയം കഴിഞ്ഞു പോയി ഭാരതി. എന്റെ ചങ്കും കൂടി തുറന്നിട്ടെ എന്റെ ഹൃദയമാ അവൻ അങ്ങോട്ട് പറിച്ചോണ്ട് പോയത്. എന്റെ മോള് വെച്ചിട്ട് പോടി എന്ന് ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുക ജയപാലൻ. അപ്പോഴാണ് വിശാൽ ടെൻഷനോടെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി വരുന്നത്. എന്താടാന്ന് ജയപാലൻ ചോദിക്കേ. അച്ഛ, രാഗിണി ചേച്ചി കുറെ നേരമായി കഥ കടച്ചിരിക്കുക. അച്ഛ തട്ടിയിട്ട് തുറക്കുന്നുമില്ല അച്ഛ, അച്ഛനൊന്ന് വന്നേ എന്ന് വിശാൽ വിളിക്കേ. എന്തുവാടാ പ്രശ്നം എന്ന് ചോദിച്ചേ ജയപാലനും
പെട്ടെന്ന് അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. റൂമിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ രാഗിണിയെ എല്ലാവരും കൂടി പിടിച്ച് താഴെ ഇറക്കുകയാണ്. മോളെ നീ എന്താ ഈ കാണിച്ചെന്ന് ചോദിച്ച് പ്രവീണ പൊട്ടി കരയുകയാണ്. വിശാലിനോട് വെള്ളമെടുത്ത് കൊണ്ടുവരാൻ പറയുമ്പോഴേക്കും അവൻ വെള്ളമെടുക്കാനായി ഓടുകയാണ്. വിശാൽ വെള്ളം കൊണ്ടുവരുമ്പോഴേക്കും പ്രവീണയും വിശാലും അവളെ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുകയാണ്. ജയപാലനും തലയിൽ കൈവച്ച് അയ്യോന്ന് വിളിച്ച് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ തല ഡോറിനിട്ട് ഇടിക്കുമ്പോഴേക്കും അത് കണ്ട് രാഗിണി ഓടിച്ചെന്ന് അച്ഛ എന്ന് വിളിച്ച് തടയാനായി നോക്കുന്നുണ്ടെങ്കിലും ജയപാലൻ വീണ്ടും കഥകിൽ തന്റെ തലയിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ സഹികെട്ട് രാഗിണിയും അച്ഛ ഇനിയും തല ഇടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെയും കൂടി ചേർത്തിടിക്കച്ച എന്ന് പറയേ ജയപാലനും കരച്ചിലോടെ തോറ്റുപോയല്ലോ മക്കളെ, നിന്റെ അച്ഛൻ തോറ്റുപോയില്ലേ എന്ന് സങ്കടത്തോടെ പറയുന്നു. ആ കാവേരി, ശാരദ, ചാരുലത, ശിവരാമൻ ഇവരാരുമല്ല എന്നെ തോൽപ്പിച്ചത്. നീ ഒരൊറ്റയാളാ. 50 ലക്ഷമല്ല 50 കോടി കൊടുക്കാം. അതിനുള്ളതൊക്കെയുണ്ട് ജയപാലന്റെ കയ്യിൽ. തോട്ടവും പുരയിടവും കയ്യിലുള്ളതെല്ലാം വിട്ടുകൊടുത്തേക്കാം. ഈ ഉടുതുണി മാത്രമായിട്ടും തെരുവിലേക്ക് ഇറക്കി വിട്ടാലും അവിടെ നിന്ന് പൊരുതി കയറും ജയപാലൻ. കയറിയിട്ടുമുണ്ട്. പക്ഷേ എന്റെ കുടുംബത്തിനൊരു പോറല് പറ്റിയ ഈ അച്ഛൻ തകർന്നു പോവും എന്ന് പറഞ്ഞ് വിശാലിനെയും രാഗിണിയെയും ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ഈ അച്ഛൻ ജീവിക്കുന്നത് തന്നെ. ഇതൊക്കെ കാണാനായിട്ട് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ജയപാലൻ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. രാഗിണിയും അച്ഛന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എടി മക്കളെ, നിന്റെ കല്യാണം മുടങ്ങുമെന്ന് അച്ഛൻ സത്യമായിട്ടും കരുതിയില്ല. നടക്കുന്നു തന്നെയാ കരുതിയത്. അതിനിടയിലാ ആ കാവേരി എന്നച്ഛൻ പറയുമ്പോഴേക്കും രാഗിണി കൈ ഉയർത്തി തടഞ്ഞ് വേണ്ടച്ച, നിവിൻ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ ആ കാവേരിക്ക് അവൾക്ക് മാത്രം അവനെ കിട്ടരുത് എന്ന് രാഗിണി താക്കീതോടെ പറയുന്നുണ്ട്. അത് ഈ അച്ഛനോട് പറഞ്ഞ പോരെ, അതിന് നീ ഇങ്ങനെ കെട്ടി തൂങ്ങുവാണോ എന്ന് അച്ഛനും ചോദിക്കുക. വാക്കു താ അച്ഛ എന്ന് കൈനീട്ടി രാഗിണി പറയേ മോളെ, നീ എനിക്കൊരു വാക്ക് തരണം, ഇതുപോലൊരബദ്ധം ഇനി കാണിക്കത്തില്ല എന്ന് തന്റെ കൈനീട്ടി ജയപാലൻ പറയേ. അച്ഛന്റെ കയ്യിൽ കൈ ചേർത്ത് വെച്ച് രാഗിണിയും വാക്ക് നൽകുകയോ എങ്കിലേ ഇത് അച്ഛന്റെയും വാക്കാ, അവന് ഞാൻ ഇപ്പോ തന്നെ തീർക്കട്ടെ, നീ പറഞ്ഞ മതി എന്ന് ജയപാലൻ പറയേ. വേണ്ടച്ച, സമയമാവുമ്പോ ഞാൻ പറയാം എന്ന് രാഗിണി. എല്ലാം കേട്ടുനിന്ന പ്രവീണയും അങ്ങോട്ട് വന്ന് അയ്യോ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് പരിഭ്രമത്തോടെ ചോദിക്കേ. മാറി നിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ജയപാലൻ പ്രവീണയെ മാറ്റി നിർത്തുക. വിശാലും അച്ഛനോടായി അച്ഛ കൊല്ലേണ്ടി വന്നാ കൊല്ലണം അച്ഛ, വെട്ടി കൊല്ലണമെന്ന് വിശാലും അച്ഛനോടായി പറയുകയാണ്. പിന്നീട് ജയപാലൻ ആ റൂമിൽ നിന്നിറങ്ങി പോകുമ്പോഴേക്കും രാഗിണി പുറകെ ചെന്ന് അച്ഛ ആ ചോര തുടക്കച്ച എന്ന് നെറ്റിയിലെ ചോര നോക്കി പറയുന്നുണ്ട്. വേണ്ട മോളെ, ഈ മുറിവ് ഉണങ്ങാൻ പാടില്ല. ഇതൊരു തൂവല് പോലെ എന്റെ നെറ്റിയിൽ അങ്ങനെ കിടക്കണം. ഇത് കണ്ണാടിയിൽ കാണുമ്പോഴൊക്കെ എനിക്ക് ഈ നിമിഷം ഓർമ്മ വരണം. തോറ്റു താറ പറ്റിയ നിമിഷം. ഈ ചോരയുടെ ഓർമ്മ ചോര കണ്ടു തന്നെ മായും. തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചേക്ക് എന്നെ. വരുന്നുണ്ടടി, ഞാൻ വരുന്നുണ്ട് എന്ന് ഭീഷണിയോടെ പറഞ്ഞ് ജയപാലൻ അവിടുന്ന് പോവുകയാണ്. പിന്നീട് നിള റൂമിൽ കിടന്നുറങ്ങുകയാ. യമുനയും അവളുടെ അരികിൽ തന്നെ അവളെ നോക്കി കിടപ്പുണ്ട്. ശാരദയും അച്ചമ്മയും ഗംഗയുമെല്ലാം അവിടെ ഇരിപ്പുണ്ട്. കാവേരി ആരെയോ കോൾ ചെയ്തു കഴിഞ്ഞ് എല്ലാവരോടുമായി പറയുന്നു അവര് സർക്കാർ ജോലിയുള്ളവർക്കേ വീട് കൊടുക്കുള്ളൂന്ന്, വാടക കൃത്യമായി കിട്ടുമെന്ന് സംശയമുണ്ടെന്ന് അവരത് തുറന്നു പറഞ്ഞു. അവരെ കൊണ്ട് പൊല്ലാപ്പിനൊന്നും വയ്യാന്ന് കാവേരി പറയുന്നത് കേൾക്കെ ശാരദയും പറയുന്നുണ്ട്. ചിലർ സർക്കാർ ജോലിക്കാർക്കേ കൊടുക്കും, വേറെ ചിലർക്ക് അധികം ആളുകൾ താമസിക്കാൻ പാടില്ല, പിന്നെ ചിലർക്കാണെങ്കിൽ കുട്ടികൾ പാടില്ല വീട്ടില്. എന്ത് കഷ്ടാണെന്ന് നോക്കണേ, ഇങ്ങനെയൊക്കെയായ ആളുകൾ എങ്ങനെ വീടെടുത്ത് താമസിക്കുക എന്ന് ശാരദ പറഞ്ഞു നിർത്തേ കാവേരിയും പറയുന്നുണ്ട്. അവരുടെ വീടല്ലേ അമ്മേ, ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ. അത് കേട്ട് അച്ചമ്മയും പറയുന്നുണ്ട് എന്തോ തടസ്സമുണ്ട് മോളെ. എന്ത് തടസ്സമെന്ന് യമുനയും ചോദിക്കുക. എല്ലാം നിന്റെ മിടുക്കുകൊണ്ട് നടക്കുന്നെന്നാണോ കരുതിയത്? എല്ലാം മംഗളമായിട്ട് നടക്കണമെങ്കിലേ ദൈവാധീനം കൂടി വേണം എന്നച്ചമ്മ പറയേ. എന്നെ പിടിച്ച് തിന്നല്ലേ അച്ചമ്മ, കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയുന്ന യമുനയും. എടി 5-6 പെണ്ണുങ്ങളുണ്ടല്ലോ, അമ്പലത്തിലൊന്ന് പോകുകയെ, ഭഗവാനെ തൊഴിൽ ചെയ്തിട്ട് എത്ര നാളായി. ശാരദേ, നീയും അത് മറന്നു. വീട് കിട്ടാൻ മാത്രമല്ല ഈ കിടക്കുന്ന കൊച്ചിന്റെ ദീർഘായുസ്സിനും ഭഗവാനേ ഉള്ളു തുണ എന്ന് നിലയെ നോക്കി അച്ചമ്മ പറയുന്നുണ്ട്. ശാരദയും പറയുകയാ അമ്പലത്തിൽ പോവാൻ സമയം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളമ്മ. ഈശ്വര കൈവിടില്ലെന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴുമുണ്ട്. വഴിപാടുകളാണെങ്കിൽ കുറെ ഭാഗ്യം കിടക്കുന്നു. അത് കേട്ട അച്ചമ്മയും സമയത്തിന് എന്താടി കുഴപ്പം, ഇവിടെ കുത്തിയിരിക്കുന്ന സമയം നിനക്ക് അമ്പലത്തിലേക്കൊന്ന് ഇറങ്ങിക്കൂടെ എന്നച്ചമ്മ ചോദിക്കേ. അത് കൊള്ളാം, അതിന് ഇവിടെ എവിടെയാണ് അമ്പലം എന്ന് എനിക്കറിയോ എന്ന് ശാരദ. കൊള്ളാം എടി, 5 മിനിറ്റ് നടന്നാലെത്തുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എന്ന് രാധമ്മ പറയേ. അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ പോവാം. അല്ലമ്മ, അമ്മ എങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ അമ്പലമൊക്കെ എന്ന് ശാരദ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ വന്നപ്പോഴേ ആ കൊച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കി എന്നച്ചമ്മ പറയുന്നവർക്ക് വീടന്വേഷണവും അച്ചമ്മയെ തന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് യമുന പറയുന്നു. അച്ചമ്മളെ വഴക്ക് പറയുമ്പോഴേക്കും എല്ലാരും കിടക്കാറായോ എന്ന് ചോദിച്ച് താര അങ്ങോട്ട് വരിക. അത് കേട്ട് ശാരദയും ഇല്ല മോളെ, ബെഡ്റൂമിലെത്തിയാൽ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം സംസാരിച്ചിരിക്കും, അതൊരു പതിവാണെന്ന് ശാരദ പറയേ. അകത്തേക്ക് വാടിയെന്ന് ഗംഗയും വിളിക്കുകയാ. ഇല്ല, നീ ഒന്ന് പുറത്തോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് താര വിളിക്കുകയാ ഗംഗയെ. കാവേരി, ഞാൻ കുറച്ച് നമ്പർ കൂടി എഴുതിയിട്ടിട്ടുണ്ട്, നീ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന കാവേരിയോടായി പറഞ്ഞു. ഗംഗ താരയുടെ അടുത്തേക്ക് പോവുകയാ. എന്താടിന്ന് ഗംഗ ചോദിക്കേ. എടി, എനിക്കിവിടെ ഒരു ബുട്ടിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല,
നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങാത്തത് എന്താണെന്ന് താര ചോദിക്കേ. അതിനത് എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ഗംഗ. കൊള്ളാം, നാളെ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങോട്ട്. നീ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു സഹായമാവും എന്ന് താര പറയുന്നതിൽക്കെ അമ്പരപ്പോടെ ഞാനോ? ഞാൻ ഇന്നോ നാളെയോ അങ്ങോട്ട് പോവില്ലേടി എന്ന് ഗംഗയും ചോദിക്കും. നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? എടി, ബുട്ടിക്കിൽ നീ കൂടി ഉണ്ടെങ്കിൽ അതെനിക്കൊരു സഹായമാവും. വിനീതേട്ടനും തയ്യലറിയാലോ. ബിസിനസ് നമുക്ക് ഇരട്ടിയാക്കാം. ജോലിക്കാരായല്ല, ബിസിനസിന്റെ ഒരു ഷെയർ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. ആ കൂട്ടത്തിൽ നിളയുടെ ചികിത്സയും നടക്കും. ഞാൻ ഇവിടെ അടുത്തു തന്നെ ഒരു വീട് നോക്കിത്തരാം എന്നവൾ പറയുന്നതുകൾക്ക് ഇതൊക്കെ നിന്റെ സിനോജേട്ടനും വീട്ടുകാർക്കും ഇഷ്ടാവോടി എന്ന് ഗംഗ ചോദിക്കുന്നു. എടി, സിനോജേട്ടനാ ഇക്കാര്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് താര പറയുമ്പോഴേക്കും അവൾക്കൊരു കോൾ വരികയാ. നേരം കുറെ വൈകിയില്ലേ, നീ പോയി കിടന്നു. നീ വിനീതേട്ടനോട് ആലോചിച്ചിട്ട് നാളെ തന്നെ ഒരു മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് താര ആ കോൾ അറ്റൻഡ് ചെയ്യാനായി പോവുകയാണ്. അണ്ണൻ നമ്പറിൽ നിന്നുള്ള ആ കോൾ താര അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് ജയപാലനായിരുന്നു. ഞാനാ മോളെ, പുഷ്പവാടിന്ന് ജയപാലൻ. മോൾ എന്നെ അങ്ങ് മറന്നുപോയെന്ന് തോന്നുമല്ലോ എന്ന് ജയപാലൻ ചോദിക്കേ. ഇല്ല അങ്കിളെ, അങ്കിള് പറഞ്ഞു എന്ന് താര. അല്ല, മോളിപ്പോ അങ്ങ് തിരുവനന്തപുരത്തല്ലേ? അതെ എന്ന് അവൾ പറയേ. അതാ മോളെ ഈ ഇടയ്ക്കൊന്നും ഇവിടെ കാണാത്തതേ എന്ന് ജയപാലൻ ചിരിയോടെ പറയേ. അങ്കിളെ, എനിക്കൊരൽപ്പം തിരക്കുണ്ടായിരുന്നു എന്ന് താര പറഞ്ഞൊഴിയാൻ നോക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തേക്കാം മോളെ. മോളെ ഇന്നിപ്പോ ഓർക്കാനും പിടിക്കാനും ഒക്കെ ഒരു കാരണമുണ്ടായി. ഞാൻ എന്റെ പെട്ടിയിൽ പഴയ കുറെ സാധനങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിലെ മോളുടെ വീടിന്റെ ആധാരം ഇരിക്കുന്നു എന്ന് ജയപാലൻ പറയുന്നതുകൾക്ക് ഒരു ഞെട്ടലോടെ എന്റെ വീടിന്റെയോ എന്ന് താരയും. ആ, മോളുടെ വീടിന്റെ എന്ന് പറഞ്ഞ മോളുടെ പഴയ വീടിന്റെ. ഇവിടുത്തെ പുഷ്പവാടിയിലെ വീടില്ലയോ? മോളുടെ അച്ഛൻ കരുണാകരൻ നായരാ അതെന്റെ കയ്യിൽ കൊണ്ട് തന്നതേ. പകരം ഒരു 10 ലക്ഷം രൂപ അങ്ങോട്ട് മേടിച്ചായിരുന്നു. അത് അങ്ങേർക്ക് ദൂർത്തടിക്കാനല്ല കേട്ടോ, മോളുടെ കല്യാണം നടത്താനെന്നാ അന്ന് എന്നോട് പറഞ്ഞതേ. കാശ് വാങ്ങിപ്പോയിട്ട് വർഷം 4-5 ആയേ എന്നൊക്കെ ജയപാലൻ പറയുന്നതുകൾക്ക് എങ്കിലേ ഞാനിതൊന്നും എന്ന് ടെൻഷനോടെ താരയും പറയുന്നുണ്ട്. അല്ല, അത് മോളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കരുണാകരൻ നായർ വലിയ അഭിമാനിയല്ലയോ? പക്ഷേ ആ അഭിമാനമൊന്നും എന്റെ അടുത്ത് കാണിച്ചില്ല. മാസാമാസം പലിശ കൃത്യമായിട്ട് തരാമെന്ന് പറഞ്ഞ എന്റെ ഇന്ന് പണം എണ്ണി വാങ്ങിച്ചതേ എന്നൊക്കെ ജയപാലൻ പറയുന്നതുകൾക്ക് അങ്കിളെ, കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പായി എന്ന് താരയും പറയുക. ഓ, സ്ട്രോക്ക് വന്ന് കിടപ്പായി. ഇനി കല്യാണം കഴിക്കാൻ താഴെ 2 പെണ്ണുങ്ങള് വേറെ നിൽക്കുന്നു. ഇതൊക്കെ എനിക്ക് അറിയാം മോളെ. പക്ഷേ കാശിന് കാശ് തന്നെ വേണ്ട മോളെ. സ്ട്രോക്ക് വന്ന് കിടപ്പിലായ കരുണാകരൻ നായരെയും ഭാര്യയെയും 2 മക്കളെയും കൂടി തെരുവിലേക്ക് പിടിച്ചിറക്കി വിട്ടാലോന്നാ എന്റെ ആലോചനയെ. അവർക്കിപ്പോ തെരുവിലൊന്നും കിടക്കേണ്ടി വരത്തില്ലല്ലോ. മോളുടെ തിരുവനന്തപുരത്ത് വീട്ടിലെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. അതിപ്പം മോളൊരു ജീവകാരുണ്യ കേന്ദ്രമാക്കിയെന്നാ എനിക്ക് കിട്ടിയ വിവരമേ എന്ന് ജയപാലൻ ചിരിയോടെ പറയേ. മനസ്സിലായി അങ്കിളെ, ഞാൻ എന്താ വേണ്ടെന്ന് അങ്കിള് പറയുന്ന താരയും പരിഭ്രമത്തോടെ പറയുക. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.